നമസ്കാരം. നിത്യവും നിലവിളക്ക് കത്തിക്കുന്നതാണ് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ടതായ കാര്യം. ഈ കലിയുഗ കാലത്ത് വീട്ടിൽ ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കണം എന്നാണ് പറയുക. രാവിലെ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ സന്ധ്യാസമയത്ത് വീടിന്റെ ഉമ്മറത്ത് ഹാളിൽ വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ട് തെളിയിക്കണം. എണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭം. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ നമഃശിവായ ജപിച്ചുകൊണ്ട് വിളക്ക് തെളിയിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. വൈകുന്നേരം വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ വീടിന്റെ വടക്കേ വാതിൽ അടച്ചിടണം എന്നാണ് പറയുക. വിളക്ക് നിങ്ങൾ ഒരിക്കലും നിലത്ത് വയ്ക്കുവാൻ പാടുള്ളതല്ല. ഒരു തളികയിൽ വേണം വിളക്ക് വയ്ക്കുവാൻ. തീപ്പെട്ടിയും മറ്റും വിളക്ക് തെളിയിക്കാൻ ഉപയോഗിക്കാറുണ്ട് എങ്കിലും കൊടിവിളക്കിലേക്ക് ഒരു തിരിയിട്ട് അതിൽ നിന്നും വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭം. വീട്ടിൽ പെട്ടെന്ന് ഐശ്വര്യം വരാനായി വിഷു, കാർത്തിക വിളക്ക്, ദീപാവലി എന്നീ വിശേഷ ദിവസങ്ങളിൽ മൺചിരാതുകൊണ്ടും വീട്ടിന് ചുറ്റും അലങ്കരിക്കുന്നത് അഥവാ വീടും ചുറ്റുമതിലും അലങ്കരിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ദീപം കത്തിത്തീരുന്നതിന് മുൻപ് കെടുത്തുന്നവരുണ്ട്, സ്വയം കെടട്ടെ എന്ന് കരുതുന്നവരുമുണ്ട്. എന്തു തന്നെയായാലും ദീപം ഊതിക്കെടുത്തുന്നത് നല്ലതല്ല. കരിന്തിരി ഒരിക്കലും കത്തുവാൻ അനുവദിക്കരുത്. അതിനു മുൻപ് തന്നെ വിളക്ക് അണയ്ക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ ജ്വാലയിലേക്ക് വീഴ്ത്തിയോ തിരി എണ്ണയിലേക്ക് വലിച്ചു നീട്ടിയോ കെടുത്താവുന്നതാണ്. ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വിളക്ക് തെളിയിക്കുവാൻ പാടൂ. ഈ സമയം പാദരക്ഷകൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. കൈയടിക്കുകയോ അല്ലെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ സമയം ഭക്ഷണം കഴിക്കുക, കലഹങ്ങൾ ഉണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഐശ്വര്യക്കേടായി അല്ലെങ്കിൽ ദോഷകരമായാണ് കണക്കാക്കുന്നത്. അതിനാൽ പാടുള്ളതല്ല. ഓം നമഃശിവായ ജപിച്ചുകൊണ്ട് തന്നെ വിളക്ക് തെളിയിക്കുക. നിലവിളക്ക് തെളിയിക്കുമ്പോൾ തിരികൾക്ക് അഭിമുഖമായി ഒരിക്കലും നിൽക്കരുത്. സൂര്യ തേജസ്സിനെ വിളക്കിൽ നിന്നും മറിക്കുന്നത് അതീവ ദോഷകരമാണ് അഥവാ അശുഭകരമായതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. വിളക്കിന്റെ തെക്ക് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് തിരി കൊളുത്താവുന്നതാണ്. അതാണ് ഏറ്റവും ഉചിതം. എല്ലാ ദേവതാ സാന്നിധ്യവും നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് എന്നറിയുക. നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് മഹാവിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം പരമശിവനെയുമാണ് സൂചിപ്പിക്കുന്നത്. വിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ വിളക്ക് തെളിയിക്കുമ്പോൾ മനസ്സിന്റെ അഥവാ ശരീരശുദ്ധി പരമപ്രധാനം തന്നെയാണ്. ശരീരവും മനസ്സും മാത്രമല്ല, നിലവിളക്ക് വയ്ക്കുന്ന സ്ഥലവും നിലവിളക്കും ശുദ്ധിയായിരിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. തുളസിയിലയിട്ട് തീർത്ഥത്തിന് സമമാക്കിയ വെള്ളം കൊണ്ടാണ് വിളക്ക് വയ്ക്കുന്ന സ്ഥലം ശുദ്ധീകരിക്കേണ്ടത്. നിത്യവും വിളക്ക് കഴുകി വൃത്തിയാക്കുവാനും മറക്കാതിരിക്കുക. നിലവിളക്കിന് ഉണ്ടാകുന്നതായ ഏത് തരത്തിലുള്ള അശുദ്ധിയും കുടുംബത്തെ മൊത്തം ബാധിക്കും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും വെറും നിലത്ത് വിളക്ക് വയ്ക്കുവാൻ പാടുള്ളതല്ല. പീഠത്തിന് മുകളിലോ തളികയിലോ വേണം വിളക്ക് വയ്ക്കുവാൻ. നിലവിളക്കിന്റെ ചൈതന്യ സ്രോതസ്സിന്റെ ഭാരം ഒരിക്കലും ഭൂമിദേവിക്ക് നേരിട്ട് താങ്ങുവാൻ കഴിയില്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ നിലവിളക്കിനൊപ്പം ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം കൂടി വയ്ക്കുന്നതും വിളക്ക് താലത്തിൽ വയ്ക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാണ്. അഥവാ തളികയിൽ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുഷ്പങ്ങളും ചന്ദനത്തിരിയും വിളക്കിനൊപ്പം തെളിയിക്കുന്നത്, അതായത് ചന്ദനത്തിരി തെളിയിക്കുകയും പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഓട്, വെള്ളി, പിത്തള, സ്വർണം എന്നിവ കൊണ്ട് നിർമ്മിച്ച നിലവിളക്കുകളാണ് നിത്യവും തെളിയിക്കേണ്ടത്. മറ്റു ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നന്ന്. ഓടുകൊണ്ട് നിർമ്മിച്ച അലങ്കാരപ്പണികൾ ഒന്നുമില്ലാത്ത ചെറു നിലവിളക്കുകളാണ് വീടുകളിൽ തെളിയിക്കുവാൻ ഏറ്റവും ഉത്തമം. പൂജാമുറിയിലോ വീടിന്റെ ഉമ്മറത്തോ ആണ്
നിലവിളക്ക് നിങ്ങൾ തെളിയിച്ച് വയ്ക്കേണ്ടത്. അല്ലെങ്കിൽ ഈശാനകോണായ, ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന മൂലയായ വടക്ക് കിഴക്കോ വീടിന്റെ മധ്യഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ നിങ്ങൾക്ക് വയ്ക്കാവുന്നതുമാണ്. വിളക്കിൽ ഒഴിച്ച എണ്ണ തീരും വരെ നിങ്ങൾക്ക് കത്തിച്ചു വയ്ക്കാം എന്നാണ് ആചാര്യന്മാർ പരാമർശിച്ചിട്ടുള്ളത്. രാവിലെ കിഴക്കിന് അഭിമുഖമായി നിന്ന് വേണം വിളക്ക് നിങ്ങൾ തെളിയിക്കുവാൻ. എന്നാൽ വൈകുന്നേരം പടിഞ്ഞാറ് നോക്കി നിന്ന് വേണം തെളിയിക്കുവാൻ. നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ സൂര്യഭഗവാനെ വണങ്ങുക എന്ന സങ്കല്പവുമുണ്ട്. പ്രഭാതത്തിൽ ഉദയസൂര്യനെ നമിക്കുന്നതിനാലാണ് കിഴക്ക് ഭാഗത്തേക്ക് നോക്കി നിന്ന് തിരി തെളിയിക്കുന്നത്. സായാഹ്നത്തിൽ അസ്തമയ സൂര്യനെ വണങ്ങുവാൻ വേണ്ടിയാണ് പടിഞ്ഞാറ് ദിക്കിലേക്ക് നിന്ന് തിരി തെളിയിക്കുന്നത്. തെക്ക് ദിക്ക് നോക്കി ഒരിക്കലും വിളക്ക് തെളിയിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സൂര്യോദയത്തിനും അസ്തമയത്തിനും 5 മിനിറ്റ് മുൻപ് വേണം വിളക്ക് തെളിയിക്കുവാൻ. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. എന്നാൽ ചില വിളക്കുകൾ വീടുകളിൽ പാടുള്ളതല്ല. അത് തീർച്ചയായും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. ചിലർ വീടുകളിൽ തൂക്കുവിളക്ക് തെളിയിക്കുന്നവരാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ നിലവിളക്ക് തന്നെ തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ഒരിക്കലും തൂക്കുവിളക്ക് നിലവിളക്കിന് തുല്യം ആകുന്നതല്ല. അതിനാൽ തന്നെ നിലവിളക്ക് തന്നെ നിങ്ങൾ വീടുകളിൽ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൽവിളക്ക് വീട്ടിൽ കൊളുത്തരുത് എന്നാണ് പറയുക. അത് ക്ഷേത്രത്തിൽ മാത്രമാണ് തെളിയിക്കേണ്ടത്. അതിനാൽ അത്തരത്തിൽ ആരെങ്കിലും വീടുകളിൽ തെളിയിക്കുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമായ ഒരു കാര്യമാണ്. ചില വീടുകളിൽ വിളക്കിന് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ലീക്ക് ഉണ്ടാകാം. ചോർച്ചയുള്ള വിളക്കാണ് നിങ്ങൾ തെളിയിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷകരമാണ്. ഇത്തരം വിളക്ക് വീടുകളിൽ തെളിയിക്കുന്നത് പോലും ആ വീട്ടിലെ അംഗങ്ങൾക്ക് ദോഷകരമായ ഫലം വന്ന് ചേരുന്നതിന് കാരണമായി തീരും. മഹാലക്ഷ്മി കടാക്ഷം പോലും ആ വീടുകളിൽ നിന്നും നഷ്ടമായി എന്ന് വരാം. അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ആ വിളക്ക് മാറ്റി വാങ്ങുക എന്ന കാര്യമാണ്. ഇപ്രകാരം വിളക്ക് തെളിയിക്കുവാൻ ശ്രദ്ധിക്കണം. കരിവിളക്ക് അഥവാ കരിയുള്ള വിളക്ക്, കേടായതായ വിളക്ക് ഒരിക്കലും നിങ്ങൾ തെളിയിക്കുവാൻ പാടുള്ളതല്ല. വിളക്ക് തെളിയിച്ചതിന് ശേഷം പിന്നീട് തെളിയിക്കുമ്പോൾ ആ വിളക്ക് ശരിയായ രീതിയിൽ കഴുകി തുടച്ചതിന് ശേഷം വേണം വിളക്ക് തെളിയിക്കുവാൻ. കേടായ വിളക്കുകൾ, പൊട്ടലുകൾ, അത്തരം കാര്യങ്ങൾ വീണിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ വിളക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുക. പുള്ളിക്കുത്തുകൾ വീണിട്ടുണ്ട് എങ്കിൽ അത്തരം വിളക്ക് വീടുകളിൽ ഉപയോഗിക്കുന്നത് അതീവ ദോഷകരമാണ്. അതിനാൽ അത്തരം വിളക്ക് നിങ്ങൾ മാറ്റി വാങ്ങേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അമിതമായ കൊത്തുപണികൾ ഉള്ള വിളക്കുകൾ വീടുകളിൽ അത്ര ശുഭകരമല്ല. അതിനാൽ തന്നെ സാധാരണയായുള്ള വിളക്കുകളാണ്, അതായത് കൊത്തുപണികൾ ഇല്ലാത്ത സാധാരണ വിളക്ക് വീടുകളിൽ തെളിയിക്കുന്നതാണ് ഏറ്റവും വിശേഷം. അതിനാൽ ആ കാര്യത്തിന് നിങ്ങൾ പ്രാധാന്യം നൽകണം. വിളക്ക് പൊടി പിടിച്ചിരിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ നിത്യവും വിളക്ക് കഴുകിയതിനു ശേഷം വേണം തെളിയിക്കുവാൻ. ആ കാര്യത്തിന് എപ്പോഴും പ്രാധാന്യം നൽകണം. ചിലർ വീടുകളിൽ വിളക്ക് കഴുകുകയും എന്നാൽ ശരിയായ രീതിയിൽ തുടയ്ക്കാതെ വിളക്ക് കത്തിക്കുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും അപ്രകാരം ചെയ്യരുത് എന്നാണ് പറയുക. വിളക്കിൽ ജലമുണ്ട് എങ്കിൽ അത് ദോഷകരമാണ്. അതിനാൽ തീർച്ചയായും ആ കാര്യം നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധിക്കണം. കഴുകിയതിനു ശേഷം ശരിയായ രീതിയിൽ തുടച്ചതിനു ശേഷം വിളക്ക് തെളിയിക്കുക. കൂടാതെ എണ്ണയിൽ ജലാംശമുണ്ട് എങ്കിൽ ആ എണ്ണ ഉപയോഗിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ആ എണ്ണ വിളക്കിൽ ഒഴിച്ച് കത്തിക്കുന്നത് ശുഭകരമല്ല. അതിനാൽ തീർച്ചയായും ആ എണ്ണ മാറ്റി വാങ്ങേണ്ടതായിട്ടുണ്ട്. കൂടാതെ രാവിലെ ഉപയോഗിച്ചതായ തിരി വീണ്ടും വൈകുന്നേരം തെളിയിക്കുവാൻ പാടുള്ളതല്ല. തിരി മാറ്റേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരു വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുവാനും ലക്ഷ്മി കടാക്ഷത്തെ ആകർഷിക്കുവാനും അഥവാ ലക്ഷ്മി കടാക്ഷം നിലനിർത്തുവാനും സഹായകരമായ വിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം തെളിയിക്കുവാൻ. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും.